നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ തന്റെ ദുഃഖകരമായ ഭൂതകാലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാശിയിൽ പരാഗിനൊപ്പം ഭാരത പര്യടനം തുടങ്ങിയിരുന്നു. ഇന്ന് പരാഗ് തന്റെ ബുദ്ധിശക്തി കൊണ്ടും സംയമനം കൊണ്ടും അചഞ്ചലമായ വിശ്വാസം കൊണ്ടും രാശീലിന്റെ തകർന്ന വിശ്വാസത്തെ എങ്ങനെ കൂട്ടിയിണക്കിയെന്നും ജലന്ധറിലെ സ്വന്തം വീടിനു മുന്നിൽ ചെന്ന് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നുവെന്നും നിങ്ങൾ കേൾക്കും. ബാല്യകാല മോഹം. പരാഗ് രാശീലിനെ പഴയ പഞ്ചാബി സുന്ദരിയായി മാറാൻ പ്രോത്സാഹിപ്പിച്ചു. അവളുടെ ആഗ്രഹപ്രകാരം പരാഗ് ഗ്രാമീണ റോഡുകളിലൂടെ കാറോടിച്ചു. അവർ ഓറഞ്ച് തോട്ടങ്ങളും വറുത്ത നിലക്കടലയും ചോളവും ഒക്കെയായി പിക്നിക് ആഘോഷിച്ചു. സംയമനത്തിന്റെ പരീക്ഷണം. അവർ ഒരു ഹോട്ടലിൽ ഒരു മുറി തന്നെ എടുത്തു. പരാഗ് തന്നെ ശാരീരികമായി ഉപയോഗിക്കാൻ ധൃതി കാണിക്കുമോ എന്ന് രാശീൽ ഭയപ്പെട്ടു. രാത്രി മുഴുവൻ ഒരേ കട്ടിലിൽ കിടന്നിട്ടും പരാഗ് ശാരീരിക ബന്ധത്തിന് ഒട്ടും ശ്രമിച്ചില്ല. രാശീലിന് സമാധാനമായി ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ശരീരം അനുഭവിക്കണമെന്ന് ആദ്യം ആഗ്രഹിക്കാത്ത ഒരു പുരുഷനെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ. സുവർണ ക്ഷേത്രത്തിലെ വിശ്വാസം. 3-ാം ദിവസം അവർ അമൃത്സറിലെത്തി. പരാഗിന്റെ ഭക്തിയും വിശ്വാസങ്ങളും രാശീലിന്റെ സംസ്കാരങ്ങളുമായി പൂർണ്ണമായും ഒത്തുപോയി. പരാഗ് തന്നെയാണ് തനിക്ക് യോജിച്ചവൻ എന്നും പണ്ട് വിവാഹാഭ്യർത്ഥന നിരസിച്ചത് വലിയ തെറ്റായിരുന്നു എന്നും അവൾക്ക് തോന്നി. ജലന്ധറിലെ സ്വാഭിമാനം. അടുത്ത ലക്ഷ്യം ജലന്ധർ ആയിരുന്നു. രാശീൽ തന്റെ വ്യക്തിത്വം മറക്കാൻ രാജസ്ഥാനി ബാന്നി സാരി ധരിക്കുകയും പരാഗിന്റെ പുതിയ മർവാടി വധുവായി വേഷമിടുകയും ചെയ്തു. മുത്തച്ഛനുമായും മുത്തശ്ശിയുമായും കൂടിക്കാഴ്ച. അവർ രാശീലിന്റെ വീടിന് തൊട്ടുമുന്നിലെത്തി. ബാങ്കിൽ ജോലിയാണെന്നും വാടകയ്ക്ക് വീട് തിരയുകയാണെന്നും പരാഗ് കള്ളം പറഞ്ഞു. രാശീൽ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചു. അവർക്ക് രാശീലിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മുത്തശ്ശിയുടെ സങ്കടം നിറഞ്ഞ ശബ്ദം അവളെ വികാരാധീനയാക്കി. നിന്നെപ്പോലെ ഞങ്ങൾക്ക് ഒരു സുന്ദരിയായ കൊച്ചുമകളുണ്ട്. അവൾ ഇന്ന് എവിടെയാണോ എന്തോ. രഹസ്യ പ്രണയം. രാശീലിനെ ഇഷ്ടപ്പെട്ട ചോലെ ഭട്ടൂരയും ജിലേബിയും പൊറോട്ടയും ഒക്കെ വാങ്ങി നൽകി പരാഗ് അവളെ സന്തോഷിപ്പിച്ചു. രാത്രി ഹോട്ടലിൽ വെച്ച് പരാഗ് ആദ്യമായി രാശീലിനെ ചേർത്തുപിടിച്ചു. ജലന്ധറിൽ നിനക്ക് ഒളിച്ചു കഴിയേണ്ടി വരുന്നത് ഇതാത്യവും അവസാനവുമാകും. ഈ ആലിംഗനം രാശീലിന് തന്റെ ഏറ്റവും സുരക്ഷിതമായ അഭയമായി തോന്നി. കാശ്മീരും ജയ്സൽമീറും. കാശ്മീരിലെ മനോഹരമായ സ്ഥലങ്ങളിലും ഷിക്കാരിയിൽ ഉറങ്ങുമ്പോഴും പരാഗ് യാതൊരു ശാരീരിക ശ്രമങ്ങളും നടത്തിയില്ല. പരാഗിന്റെ പ്രണയത്തിൽ ധൃതിക്ക് സ്ഥാനമില്ലെന്ന് രാശീൽ ഉറപ്പിച്ചു. മരുഭൂമിയിലെ മരുന്ന്. ജയ്സൽമീറിലെ നക്ഷത്രനിബിഡമായ ആകാശത്തിന് താഴെ പരാഗിന്റെ സ്നേഹനിർഭരമായ മൗനം രാശീലിന്റെ പഴയ മുറിവുകളിൽ മരുന്നായി മാറി. ഒരു ദുഷ്ടൻ അവളുടെ ആത്മാവിനേൽപ്പിച്ച മുറിവുകൾ പരാഗിന്റെ പെരുമാറ്റത്തിലൂടെ സുഖപ്പെടുകയായിരുന്നു. രാശീൽ ഇപ്പോൾ പൂർണ്ണമായും പരാഗിന്റെ പ്രണയത്തിൽ മുഴുകിയിരുന്നു. അവൻ അവളെ ബഹുമാനിക്കുക മാത്രമല്ല ഭൂതകാലത്തിന്റെ നിഴലിൽ നിന്ന് അവളെ പുറത്തെടുക്കുകയും ചെയ്തു. കൊട്ടാരത്തിലെ ചിത്രങ്ങൾ നോക്കുമ്പോൾ അവൾ സ്വയം ചോദിച്ചു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുന്നവരിൽ എന്താണുള്ളത്? അപരിചിതനായ ഒരു പുരുഷനിലുള്ള ഈ വിശ്വാസവും അചഞ്ചലമായ പ്രണയവും വാണിയുടെ അവിവാഹിതയായി തുടരാനുള്ള തീരുമാനത്തെ എങ്ങനെ തകർക്കും? നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 55. പരാഗിന്റെ സംയമനം. ജലന്ധറിലെ അപകടം. മരുഭൂമിയിലെ അമൃത പ്രണയം. രാശീലിന് അൽക്കമാമിന്റെ വാക്കുകൾ ഓർമ്മ വന്നു. പരാഗ് അവളെ കുട്ടിക്കാലത്ത് ഒരു വിവാഹ ചടങ്ങിൽ കണ്ടിട്ടുണ്ട്. തന്നിലെ പഴയ കുട്ടിത്തം പരാഗ് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾക്ക് തോന്നി. പരാഗിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാശീൽ പഴയ പഞ്ചാബി സുന്ദരിയായി മാറാൻ ആഗ്രഹിച്ചു. അവളുടെ ആഗ്രഹപ്രകാരം പരാഗ് ചിലപ്പോൾ ഹൈവേയിൽ നിന്ന് മാറി ഗ്രാമീണ റോഡുകളിലൂടെ വയലുകൾക്കും ചെറിയ ഗ്രാമങ്ങൾക്കും ഇടയിലൂടെ കാറോടിച്ചു. അതിനിടയിൽ റോഡരികിൽ ഓറഞ്ച് തോട്ടങ്ങൾ കണ്ടു. തോട്ടം ഉടമയിൽ നിന്ന് മരത്തിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്ത ഓറഞ്ച് പരാഗ് അവൾക്കായി വാങ്ങി. ഈ ശീലം അവൻ തുടർന്നു. പച്ചക്കടലയും വറുത്ത നിലക്കടലയും ചോളവും ഒക്കെ അവൻ ചോദിക്കുന്ന വില നൽകി അവൾക്കായി വാങ്ങി. ഒരു പിക്നിക് പോലെ ആ ദിവസം കടന്നുപോയി. വൈകുന്നേരമായപ്പോൾ വഴിയിലുള്ള ഒരു ചെറിയ നഗരത്തിലെ നല്ലൊരു ഹോട്ടലിൽ അവർ മുറിയെടുത്തു. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനൊപ്പം ഒരു മുറിയിൽ കഴിയുന്നതിൽ രാശീലിന് എതിർപ്പില്ലായിരുന്നു. പരാഗിന് അവളുടെ ശരീരത്തോട് ആർത്തിയുണ്ടോ എന്ന് അറിയാനുള്ള കൗതുകം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. പരാഗ് ഈ കാര്യത്തിലും അവളെ അത്ഭുതപ്പെടുത്തി. മുറിയിൽ ചെലവഴിച്ച സമയമത്രയും അവൻ സ്നേഹത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒത്തിരി നല്ല കാര്യങ്ങൾ സംസാരിച്ചു. ഒരേ കട്ടിലിൽ കിടന്നിട്ടും അവൻ ശാരീരികമായി ഒന്നിനും മുതിർന്നില്ല. പ്രഭാതമായപ്പോൾ രാശീലിന് വലിയൊരു സമാധാനം തോന്നി. ജേഡുമായുള്ള പഴയ അനുഭവം വളരെ മോശമായിരുന്നു. പരാഗ് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ഒരു സുന്ദരിയെ കണ്ടാൽ ആദ്യം ശരീരത്തെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു പുരുഷനെങ്കിലും ഉണ്ടല്ലോ എന്നതിൽ അവൾ തൃപ്തയായി. യാത്രയുടെ 3-ാം ദിവസം അവർ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെത്തി. മുൻപ് പലതവണ രാശീൽ ഇവിടെ വന്നിട്ടുണ്ട്. പരാഗ് മുൻപ് വന്നിട്ടുണ്ടോ എന്ന് അവൾക്കറിയില്ലായിരുന്നു. ആരുടെയും സഹായമില്ലാതെ പരാഗ് അവിടുത്തെ ആചാരങ്ങൾ ഓരോന്നായി ചെയ്യാൻ തുടങ്ങി. പരാഗ് ചെരുപ്പ് അഴിച്ചപ്പോൾ രാശീലും അഴിച്ചു. അവൻ തലയിൽ തൂവാല കെട്ടിയപ്പോൾ അവളും തല മറച്ചു. ഒരു പുതുമണവാളനെപ്പോലെ അവൻ ഓരോന്നും ചെയ്തപ്പോൾ അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാശീൽ എല്ലാ കാര്യത്തിലും പരാഗിനൊപ്പം നിന്നു.
അവർ ഗുരുഗ്രന്ഥ സാഹിബിന് മുന്നിൽ തൊഴുതു. കുളത്തിൽ സ്നാനം നടത്തുമ്പോൾ അവൾ അകലെ മാറിയിരുന്ന് അവനെ നോക്കി. അക്കാൽ തക്ത ദർശനവും ലങ്കറിലെ സേവനവുമെല്ലാം അവർ ഒരുമിച്ചു ചെയ്തു. മാത്രമല്ല ദുഃഖർ ബഞ്ചനി ബേരി ദർശിക്കാനും പരാഗ് മറന്നില്ല. ഈ സമയമെല്ലാം രാശിയിൽ അവനോടൊപ്പമുണ്ടായിരുന്നു. പരാഗിന്റെ വിശ്വാസങ്ങൾ തന്റെ സംസ്കാരങ്ങളുമായി ചേർന്നുപോകുന്നതായി അവൾക്ക് തോന്നി. പരാഗ് തനിക്ക് ഏറ്റവും അനുയോജ്യനാണെന്ന് രാശിയിൽ വീണ്ടും തിരിച്ചറിഞ്ഞു. സുവർണ ക്ഷേത്ര ദർശനത്തിനു ശേഷം അവരുടെ ഒന്നിക്കലിൽ ഇനി തടസ്സങ്ങളൊന്നും വരരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അടുത്ത ദിവസം രാശിയിൽ പരാഗിനൊപ്പം ഇന്ദറിൽ ചുറ്റിക്കറങ്ങി. തിരിച്ചറിയാതിരിക്കാൻ അവൾ ബാന്ധ്നി സാരിയും വെയിലത്ത് കണ്ണടയും ധരിച്ചിരുന്നു. ഒരു മർവാടി ദമ്പതികളെപ്പോലെയാണ് അവർ റോഡിലൂടെ നടന്നത്. അവൾ അതീവ സുന്ദരിയായിരുന്നു. സ്വന്തം വീടിനടുത്ത് എത്തിയപ്പോൾ പരിചയക്കാരെ പലരെയും കണ്ടെങ്കിലും ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവർ സംസാരിച്ചുകൊണ്ട് നടന്നെങ്കിലും രാശീലിന്റെ കണ്ണുകൾ ഓരോന്നും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ നിൽക്കുന്നത് രാശീലിന്റെ വീടിന് മുന്നിലാണെന്ന് പരാഗ് അറിഞ്ഞില്ല. മുറ്റത്ത് ഇരിക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയെയും കണ്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. പരാഗ് നോക്കൂ, അതാണ് എന്റെ വീട്. മുറ്റത്തിരിക്കുന്നത് എന്റെ മുത്തച്ഛനും മുത്തശ്ശിയുമാണ്, അവൾ പതുക്കെ അവനോട് പറഞ്ഞു. ശരി, എന്നാൽ വരൂ, നമുക്ക് അവരെ നന്നായി കാണാം എന്ന് പറഞ്ഞ് പരാഗ് മുന്നോട്ട് നീങ്ങി. തടയാൻ നോക്കിയെങ്കിലും പരാഗ് മുത്തച്ഛന്റെ അടുത്തേക്ക് ചെന്നു. മുത്തച്ഛ, നിങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് കൊടുക്കാൻ മുറിയുണ്ടോ? ബാങ്കിൽ ജോലിയാണ്, ഇവിടെ ട്രാൻസ്ഫറായി വന്നതാണ്. നല്ല കുടുംബങ്ങൾക്കിടയിൽ ഒരു വീട് വേണം, പരാഗ് ചോദിച്ചു. വീട് വലുതാണ്, പക്ഷേ ഞങ്ങളുടെ കുടുംബവും വലുതാണ്. വാടകയ്ക്ക് കൊടുക്കാൻ സ്ഥലമില്ല മോനെ. ഇങ്ങനെ കറങ്ങി നടന്നാൽ വീട് കിട്ടില്ല. ഏതെങ്കിലും ഏജന്റിനെ സമീപിക്കൂ. നിങ്ങൾ നല്ല കുടുംബത്തിലെ കുട്ടികളാണെന്ന് തോന്നുന്നു, മുത്തച്ഛൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ശരി മുത്തച്ഛ, ഞങ്ങൾ ഏജന്റിനെ കാണാം എന്ന് പറഞ്ഞ് പരാഗ് അവരുടെ കാലിൽ തൊട്ടു വന്ദിച്ചു. രാശീലിനെ അവൻ നോക്കി. രാശീൽ പെട്ടെന്ന് മുത്തശ്ശിയുടെ കാലിൽ വീണ് വന്ദിച്ചു. മുത്തശ്ശി സുഖമായിരിക്കുന്നോ എന്ന് അവൾ ചോദിച്ചു. എപ്പോഴും സന്തോഷമായിരിക്കോ എന്ന് അവർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. വീട് കിട്ടിയിട്ട് ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വീണ്ടും വരാം. അവർ അവിടെ നിന്നും വേഗത്തിൽ നടന്നു. പേടികൊണ്ട് രാശീലിന്റെ ശ്വാസം വേഗത്തിലായി. നിന്നെപ്പോലെ സുന്ദരിയായ ഒരു കൊച്ചുമകൾ ഞങ്ങൾക്കുമുണ്ട്. അവൾ ഇപ്പോൾ എവിടെയാണോ എന്തോ. മുത്തശ്ശിയുടെ സങ്കടം നിറഞ്ഞ ശബ്ദം അവർക്ക് പിന്നിൽ കേൾക്കാമായിരുന്നു. നീ എന്താണ് ഈ കാണിക്കുന്നത് പരാഗ്? എന്റെ പ്രാണൻ പോയതുപോലെയായി. വീടിനടുത്ത് നിന്നും മാറിയപ്പോൾ അവൾ പരാതിയോടെ പറഞ്ഞു. മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങി തന്നതല്ലേ ഉള്ളൂ, അതിന് എന്തിനാ ദേഷ്യപ്പെടുന്നത്? പരാഗ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവരുടെ കാലിൽ തൊടാൻ കഴിഞ്ഞത് ഭാഗ്യമാണ്, പക്ഷേ അവർ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു, അവൾ സങ്കടത്തോടെ പറഞ്ഞു. ആ ദിവസം മുഴുവൻ അവർ ജലന്ധറിൽ കറങ്ങി നടന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം പരാഗ് വാങ്ങി നൽകി. കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഓർത്ത് അവൾക്കിടയ്ക്ക് കണ്ണു നിറയുന്നുണ്ടായിരുന്നു. വൈകുന്നേരം അവർ ഗുരുദ്വാരയിലും പോയി. വർഷങ്ങൾക്ക് ശേഷം അവിടെ ദർശനം നടത്താൻ കഴിഞ്ഞതിൽ അവൾ പരാഗിനോട് നന്ദി പറഞ്ഞു. രാത്രി ഹോട്ടലിൽ വെച്ച് പരാഗ് ആദ്യമായി അവളെ ആലിംഗനം ചെയ്തു. ജലന്ധറിൽ നിന്റെ സത്യം ഒളിച്ചു വെക്കേണ്ടി വരുന്നത് ഇതാത്യവും അവസാനവുമാകും, അവൻ ഉറപ്പു നൽകി. അവന്റെ വാക്കുകൾ അവൾക്ക് വലിയ ആശ്വാസമായി തോന്നി. പരാഗിന്റെ സ്നേഹത്തിൽ അവൾ സുരക്ഷിതയാണെന്ന് അവൾക്ക് ഉറപ്പായി. കാശ്മീരിലും ജയ്സൽമീറിലുമെല്ലാം അവർ ഒരുമിച്ച് സഞ്ചരിച്ചു. പരാഗിന്റെ പെരുമാറ്റം അവളുടെ ആത്മാവിനേറ്റ പഴയ മുറിവുകൾ ഓരോന്നായി സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. മുറിവുകൾ ഉണങ്ങിത്തുടങ്ങിയതായി അവൾക്ക് തോന്നി. പണ്ടെങ്ങോ കണ്ട ചിത്രങ്ങൾ നോക്കി അവൾ ആലോചിച്ചു, സ്നേഹത്തിന് എന്തിനേയും മാറ്റാൻ കഴിയുമെന്ന്. പരാഗിന്റെ സ്നേഹം അവളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഇപ്പോൾ അവളുടെ ഓരോ ശ്വാസവും പരാഗിനൊപ്പമായിരിക്കാൻ കുതിക്കുന്നു. അവസാനം അവൾ സ്വയം ചോദിച്ചു, നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഓർമ്മിക്കപ്പെടുന്നവരിൽ എന്താണുള്ളത്? ഒരുപക്ഷെ അത് ഇതുപോലൊരു സ്നേഹമായിരിക്കാം. എപ്പിസോഡ് 55 അവസാനിച്ചു.